ഗാസയിലെ കുട്ടികളെ കൊന്നതിന് ഇസ്രയേലിന് ദൈവം നൽകിയ ശിക്ഷയാണ് ജെറുസലേമിലുണ്ടായ കാട്ടുതീ എന്ന തരത്തിലായിരുന്നു കൂടുതലും വാർത്തകൾ പുറത്തു വന്നിരുന്നത്. നേരത്തെ അമേരിക്കയിലും കാട്ടുതീ ഉണ്ടായിരുന്നപ്പോൾ ഇത്തരത്തിലുള്ള വാർത്തകളായിരുന്നു കൂടുതലും വന്നിരുന്നത്. കാട്ടുതീ എന്ന് പറയുന്നത് ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടം ഉണ്ടാക്കുന്ന പ്രകൃതി ദുരന്തങ്ങളിൽ ഒന്നായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഈ വർഷം തുടക്കത്തിൽ അമേരിക്കയിലെ ലോസ് ആഞ്ചലസിൽ കാട്ടുതീ ഉണ്ടായി ഹോളിവുഡ് താരങ്ങളുടെ ശതകോടികൾ വില വരുന്ന വീടുകൾ അഗ്നിക്കിരയായിരുന്നു. മാത്രമല്ല 20ഓളം പേർ മരിക്കുകയും ചെയ്തിരുന്നു. ശതകോടികൾ വില വരുന്ന വീടുകൾ സംരക്ഷിക്കാൻ മണിക്കൂറിന് ലക്ഷങ്ങൾ മുടക്കി സ്വകാര്യ അഗ്നിശമന സേനയെ നിയോഗിച്ചതും അതുപോലെ ആയിരക്കണക്കിന് ഏക്കർ കത്തി നശിച്ചതുമെല്ലാം പുറത്തു വന്നിരുന്ന വാർത്തകളാണ്. അതാണ് കാട്ടുതീയുടെ കരുത്തെന്ന് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായിട്ടുള്ള എല്ലാവിധ അത്യാധുനിക സൗകര്യങ്ങളുമുള്ള അമേരിക്കയെ പോലും വിറപ്പിക്കാൻ കരുത്തുള്ളതായിരുന്നു കാട്ടുതീ എന്നത്. അതിനാൽ തന്നെ UN എൻവയോൺമെന്റൽ കൗൺസിൽ ലോകത്തിലെ ഏറ്റവും മാരകമായ പ്രകൃതി ദുരന്തങ്ങളിൽ ഒന്നായിട്ടാണ് കാട്ടുതീയെ കണക്കാക്കുന്നത്. കാട്ടുതീയെ കൂടുതലും വിലയിരുത്തുന്നതും അങ്ങനെയാണ്. അതിനാൽ തന്നെ ഇസ്രയേലിൽ ഒരു തീപിടുത്തം ഉണ്ടായപ്പോൾ എല്ലാവരും കരുതിയിരുന്നത് അത് കാട്ടുതീയാണെന്നായിരുന്നു. പക്ഷേ ചില ഇസ്രയേൽ മാധ്യമങ്ങൾ ഇപ്പോൾ ഇതൊരു തീവ്രവാദ ആക്രമണമാണെന്നാണ് പ്രധാനമായിട്ടും പുറത്തുവിടുന്ന റിപ്പോർട്ടുകൾ. ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ബുധനാഴ്ച രാത്രിയിലെ കണക്കുകൾ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ 3000ഓളം ഏക്കർ പ്രദേശമാണ് ഇസ്രയേലിൽ കത്തി നശിച്ചിരുന്നത്. മെസിലത്ത് സിയോൺ എന്ന സ്ഥലത്തിന് സമീപത്തായിരുന്നു തീപിടുത്തം കൂടുതൽ ആരംഭിച്ചിരുന്നതെന്നാണ് റിപ്പോർട്ടുകളിൽ നിന്നും വെളിപ്പെടുന്നതും. മാത്രമല്ല ആദ്യം ഇത് പടിഞ്ഞാറ് ഭാഗത്തേക്ക് പടരുകയായിരുന്നു. പിന്നീട് മണിക്കൂറിൽ 90-100 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശിയതോടെ ദിശ മാറി കിഴക്കോട്ടേക്ക് തീ പടരുകയായിരുന്നു ചെയ്തിരുന്നത്. സ്വാതന്ത്ര്യ ദിനത്തോടടുത്താണ് ഇങ്ങനൊരു അപകടം ഇസ്രയേലിൽ ഉണ്ടായിരുന്നതും. കൂടാതെ നഗരത്തിലേക്ക് കാട്ടുതീ പടർന്നു പിടിക്കുമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രിയായിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹു മുന്നറിയിപ്പും അന്ന് നൽകിയിരുന്നു. 23 പേർക്ക് ചികിത്സ നൽകിയിരുന്നതായും അതുപോലെ 13 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായും റിപ്പോർട്ടുകളിലെല്ലാം ചൂണ്ടിക്കാട്ടുന്നുമുണ്ട്. മാത്രമല്ല കാട്ടുതീ അണയ്ക്കുന്നതിനായി ഇസ്രയേൽ അന്താരാഷ്ട്ര സഹായവും തേടി. ജെറുസലേമിന്റെ പ്രാന്തപ്രദേശങ്ങളിലാണ് കാട്ടുതീ കൂടുതലും ആളിപ്പടർന്നിരുന്നത്. ആയിരക്കണക്കിന് ആളുകളെ പ്രദേശത്ത് നിന്ന് മാറ്റി പാർപ്പിക്കുന്ന നടപടിയും സ്വീകരിച്ചിരുന്നു. ഇതുവരെ മരണമൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. തീ അണയ്ക്കാൻ ദുഷ്കരമാക്കിയത് വരണ്ട കാലാവസ്ഥയും അതുപോലെ ശക്തമായ കാറ്റുമായിരുന്നു. 160-ലേറെ അഗ്നിശമന സേന യൂണിറ്റുകളും അതുപോലെ 12 വിമാനങ്ങളും തീ അണയ്ക്കാനുള്ള ശ്രമത്തിലാണെന്ന് ഇസ്രയേലി മാധ്യമങ്ങളെല്ലാം തന്നെ റിപ്പോർട്ടും ചെയ്തിരുന്നു. സൈന്യവും തിരച്ചിലിനും രക്ഷാപ്രവർത്തനത്തിനും വളരെയധികം സഹായിച്ചിരുന്നു. ദേശീയപാതകൾ ഉൾപ്പെടെ പ്രധാന റോഡുകളെല്ലാം അടയ്ക്കുകയും ചെയ്തു. കാട്ടുതീ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് രാജ്യവ്യാപകമായി കടുത്ത നിയന്ത്രണങ്ങളായിരുന്നു ഏർപ്പെടുത്തിയിരുന്നത്. മാത്രമല്ല ഇസ്രയേലിൽ ഇതുവരെ ഉണ്ടായതിൽ വെച്ച് ഏറ്റവും വലിയ തീപിടുത്തമാണിതെന്ന് അധികൃതർ വിലയിരുത്തുന്നുമുണ്ട്. രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ കാട്ടുതീയാകാം ഇതെന്നാണ് ജെറുസലേം ഫയർ ആൻഡ് റെസ്ക്യൂ ഡിസ്ട്രിക്ട് കമാൻഡർ വിശദീകരിച്ചിരുന്നത്. ഇപ്പോൾ അഗ്നിയെ ഏതാണ്ട് പൂർണ്ണമായി നിയന്ത്രിക്കാൻ ഇസ്രയേലിന് കഴിയുകയും ചെയ്തു. എന്നാൽ അപ്പോഴും ഒരു ചോദ്യം ബാക്കിയായി അവശേഷിക്കുകയാണ്. എവിടെ നിന്നാണ് ഈ തീയുടെ തുടക്കമുണ്ടായത്? ഇത് ചിലർ പ്ലാൻ ചെയ്തതാണോ എന്ന ചോദ്യവും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ഈ അന്വേഷണം ഞെട്ടിപ്പിക്കുന്ന കുറെ വിവരങ്ങളിലേക്കാണ് ഇസ്രയേലിനെ യഥാർത്ഥത്തിൽ നയിച്ചതെന്ന് പറയാം. മാധ്യമങ്ങൾ ഇപ്പോൾ അത് പുറത്തുവിടുകയും ചെയ്യുന്നുണ്ട്. അടിക്കടി അഗ്നിബാധ ഉണ്ടാകുന്ന ഒരു രാജ്യം തന്നെയാണ് ഇസ്രയേൽ എന്നത്. മാത്രമല്ല കാട്ടുതീ ഇസ്രയേലിൽ നിത്യകാഴ്ചയാവുന്നതിനെ കുറിച്ച് 2022-ൽ പരിസ്ഥിതി മന്ത്രാലയം വിശദമായ റിപ്പോർട്ടും തയ്യാറാക്കിയിട്ടുണ്ട്. രാജ്യത്തെമ്പാടും തുറന്ന പ്രദേശങ്ങളിലെ വിസ്തൃതി കുറയുന്നുവെന്നും ഇത് കാട്ടുതീക്ക് കാരണമാകുന്നുവെന്നും ഇസ്രയേലിന്റെ നാഷണൽ എക്കോസിസ്റ്റം പ്രോഗ്രാം തയ്യാറാക്കിയ വാർഷിക റിപ്പോർട്ടിൽ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. ഭൂവിനിയോഗം, പ്രകാശ മലിനീകരണം, കാലാവസ്ഥാ വ്യതിയാനം പോലെയുള്ള ഘടകങ്ങളാണ് ഇതിന് പിന്നിലെ പ്രധാന കാരണമെന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നത്. മാത്രമല്ല 2017 മുതൽ 2020 കാലയളവിൽ ഇസ്രയേലിൽ പ്രതിവർഷം ശരാശരി 30 സ്ക്വയർ കിലോമീറ്റർ എന്ന തോതിലുള്ള പ്രദേശമായിരുന്നു കൂടുതലും നഷ്ടമായിരുന്നതും. ഇസ്രയേലിലെ നിലനിൽക്കുന്ന ബീച്ചുകളുടെ 78% പ്രകാശ മലിനീകരണം നേരിടുമ്പോൾ ചില നഗരങ്ങളിൽ രാത്രികാലത്തും അതിഭീകരമായ പ്രകാശ സംവിധാനങ്ങളായിരുന്നു കൂടുതലും ഉപയോഗിച്ചിരുന്നത്. ഇതിനോടൊപ്പം തന്നെ കാട്ടുതീ സംഭവങ്ങളുടെ തോതും തീവ്രതയും വളരെയധികം ഉയരുകയും ചെയ്തിട്ടുണ്ട്. മിലിറ്ററി ട്രെയിനിങ് ഗ്രൗണ്ടുകളിൽ പോലും കാട്ടുതീ നിത്യസംഭവമായി തീരുകയും ചെയ്തു. 2015 മുതൽ 2021 വരെയുള്ള കാലയളവിൽ രാജ്യത്തിന്റെ മെഡിറ്ററേനിയൻ മേഖലയിലുള്ള വനപ്രദേശങ്ങളുടെ 500 സ്ക്വയർ കിലോമീറ്റർ വരുന്ന പ്രദേശങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും കാട്ടുതീക്ക് വിധേയമായിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത്. മാത്രമല്ല ഇതേ കാലയളവിൽ രാജ്യത്തിന്റെ പുൽപ്രദേശങ്ങളുടെ 1/4 നാശം അഭിമുഖീകരിക്കുകയും ചെയ്യുകയുണ്ടായി. മറ്റ് അറബ് രാജ്യങ്ങളെ പോലെയല്ല ഇസ്രയേൽ എന്ന രാജ്യം. മരുഭൂമിയായിട്ടുള്ളത് ഈജിപ്ത്, ജോർദാൻ ബോർഡർ മാത്രമാണ്. ബാക്കിയെല്ലാം അവർ കൃഷിഭൂമിയോ വനമോ ആക്കി എടുക്കുകയും ചെയ്തിട്ടുണ്ട്.
കൂടാതെ 48-ൽ ഇസ്രയേൽ ഉണ്ടാകുമ്പോൾ അത് പുല്ലുപോലും മുളയ്ക്കാത്ത ഒരു പ്രദേശമായിരുന്നു എന്നതാണ് ഏറെ ശ്രദ്ധേയം. അവിടെയാണ് അവർ കഠിനാധ്വാനം ചെയ്തുകൊണ്ട് ശാസ്ത്രത്തിൻ്റെയും അതുപോലെ സാങ്കേതിക വിദ്യയുടെയും ബലത്തിൽ പൊന്നു വിളയിച്ചതെന്ന് പറയാം. അതിനാൽ തന്നെ പരിസ്ഥിതി നാശം ഈ രാജ്യത്തിന് കാര്യമായി തന്നെ ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല, കാറ്റുള്ള ഈ സമയത്ത് ഒരു തീപിടുത്തം ഉണ്ടാവുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ ആളിക്കത്തുമെന്നതിലും ഒരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ഉഷ്ണകാലത്ത് പ്രാന്തപ്രദേശങ്ങളിൽ കാട്ടുതീ ഒരു പതിവായിട്ടുള്ളൊരു സംഭവമാണ്. പക്ഷേ ഈ പ്രാവശ്യം ഉഷ്ണകാലം എന്നത് വരുന്നതേയുള്ളൂ. ഇസ്രയേൽ സ്ഥാപക ദിനമായ മെയ് 15-നും അടുത്ത ദിവസങ്ങളിലുമാണ് തീപിടുത്തം കൂടുതലും ഉണ്ടാകുന്നത്. ഹമാസ് തങ്ങളുടെ പൗരന്മാരെയും ടൂറിസ്റ്റുകളെയും പിടിച്ചുകൊണ്ട് പോയിരുന്നതിനാൽ തന്നെ ആഘോഷങ്ങളൊന്നും ഇസ്രയേലിൽ കാര്യമായി നടന്നിരുന്നില്ല. പക്ഷേ ഈ അവസരത്തിൽ പലസ്തീൻ റോഡിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും ഇസ്രയേൽ പ്രദേശത്ത് തീ വയ്ക്കാനുള്ള നിർദ്ദേശങ്ങൾ വ്യാപകമായി പ്രചരിക്കപ്പെട്ടിരുന്നു എന്നതൊരു സത്യമാണ്. മാത്രമല്ല, ഇസ്രയേൽ പൗരന്മാരിൽ ഉൾപ്പെടുന്നത് 20% അറബ് പാലസ്തീനികൾ കൂടിയാണ്. അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് സന്ദേശങ്ങൾ കൂടുതലും ഉണ്ടായതും. അവരിൽ ചിലരെ തീ വയ്ക്കുന്നതിനിടയിൽ ഇസ്രയേൽ സിവിൽ ഡിഫൻസ് ഫോഴ്സ് അറസ്റ്റും ചെയ്യുകയുണ്ടായി. അവരിൽ നിന്ന് ഇന്ധനങ്ങളും സന്ദേശങ്ങളും പിടിച്ചെടുത്തു. വ്യക്തമായ ഫൂട്ടേജുകളും ലഭിക്കുകയുണ്ടായി. വീഡിയോയിൽ പതിയെ പുല്ലിന് തീയിടുന്നവരെ വ്യക്തമായി തന്നെ കാണാം. ഇത് പിന്നീട് വന്നൊരു അഗ്നിബാധയായി വളർന്നു എന്നതാണ് ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു സംശയം. ജെറുസലേമിന് പുറത്ത് കാട്ടുതീ പടരാൻ സഹായിച്ചതായി സംശയിക്കുന്ന 18 പേരെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രിയായിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹു വെളിപ്പെടുത്തി രംഗത്ത് വന്നിട്ടുണ്ട്. ജെറുസലേമിൽ നടക്കുന്ന വാർഷിക ബൈബിൾ മത്സരത്തിൽ സംസാരിക്കവേ അദ്ദേഹം സംശയിക്കപ്പെടുന്നവരിൽ ഒരാൾ തീപിടുത്തത്തിൽ കുടുങ്ങിയിട്ടുണ്ടെന്ന് പറയുകയുണ്ടായി. വൻ തീപിടുത്തത്തിന് പിന്നിലെ കാരണം ഇതുവരെ വ്യക്തമല്ലെന്ന് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് ഇതുവരെ പറയുകയും ചെയ്തു. മാത്രമല്ല, തീപിടുത്തം ലളിതമായ ഒരു കാര്യമല്ല. പ്രകൃതിക്കും അതുപോലെ മനുഷ്യർക്കും വലിയ രീതിയിൽ ദോഷമാണത് സൃഷ്ടിക്കുന്നത്. തീപിടുത്തത്തിൽ സംശയിക്കപ്പെടുന്ന 18 പേരെ ഞങ്ങളിപ്പോൾ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു. അവരിൽ ഒരാൾ അപകടത്തിൽ പെട്ടിട്ടുമുണ്ട് എന്ന് നെതന്യാഹു വെളിപ്പെടുത്തുകയുണ്ടായി. പുറത്തുനിന്നുള്ള തീവ്രവാദ ആക്രമണങ്ങൾ പരാജയപ്പെട്ടതിനു ശേഷം രാജ്യത്തിനകത്ത് ആക്രമണങ്ങൾ വളർത്തിയെടുക്കുവാനാണ് ഹമാസ് കൂടുതലും ശ്രമിക്കുന്നത്. ഇസ്രയേലിനകത്ത് എല്ലാവിധ പൗരത്വ സ്വാതന്ത്ര്യം അനുഭവിച്ച് കഴിയുന്നവരാണ് 20% വരുന്ന പാലസ്തീനികൾ. അതിനാൽ അവർ ഈ രാജ്യത്തിന്റെ പൗരന്മാർ കൂടിയാണ്. ഏതെങ്കിലും തരത്തിലുള്ള വിവേചനം ഇവർക്കെതിരെ ഇസ്രയേൽ സ്വീകരിച്ചുവെന്ന് അവരുടെ സംഘടനകൾ പോലും പരാതിപ്പെടുകയും ചെയ്തിട്ടില്ല.